ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് എന്താണ് വെസ്റ്റീജ് ബിസിനസ് എന്നുള്ളത് നോക്കാം. വെസ്റ്റീജ് ബിസിനസ് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. അതായത് ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ലാതെ കമ്പനിയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നം നേരിട്ട് ഒരു ഉപഭോക്താവിൻ്റെ കയ്യിലെത്തുന്ന സിസ്റ്റം. അതാണ് ഡയറക്ട് സെല്ലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലൂടെയാണ്. അതായത് പരമ്പരാഗത കച്ചവടത്തിലൂടെ നമ്മളെ തൊട്ടടുത്ത റീറ്റെയിൽ ഷോപ്പിൽ നിന്നും തൊട്ടടുത്ത കടയിൽ നിന്നും നമ്മൾ ഉൽപ്പന്നം പർച്ചേസ് ചെയ്യും. പക്ഷേ ആ ഒരു തൊട്ടടുത്ത കടയിലേക്ക് ഉൽപ്പന്നം ഇറക്കുന്നത് ഹോൾസെയിൽ കടയിൽ നിന്നായിരിക്കും. അതിന് മുകളിൽ ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുന്നുണ്ട്, അതിന് മുകളിൽ റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുന്നുണ്ട്, അതിന് മുകളിൽ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുന്നുണ്ട്, അതിന് മുകളിൽ C&F ഏജൻറ്റ് നമുക്ക് വരുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് കമ്പനി വരുന്നത്. അപ്പോൾ കമ്പനിയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നം ഇവിടെ തൊട്ടടുത്ത റീറ്റെയിൽ ഷോപ്പിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇടനിലക്കാർ, അതോടൊപ്പം പരസ്യക്കാരും വരണം എന്നർത്ഥം. അപ്പോൾ പരസ്യം കണ്ട ഉൽപ്പന്നത്തിനാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ശ്രദ്ധ കൊടുക്കാറുള്ളത് എന്നർത്ഥം. അപ്പോൾ ഇവിടെ വെസ്റ്റീജ് ഇടനിലക്കാരില്ല, പരസ്യക്കാരില്ല എന്നുള്ളതാണ്. കമ്പനിയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നം നേരിട്ട് ഒരു ഉപഭോക്താവിൻ്റെ കയ്യിലെത്തുന്ന സിസ്റ്റം ഡയറക്ട് സെല്ലിങ്ങിലൂടെ നമുക്ക് ഉൽപ്പന്നം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത 100 കോടിയിൽ 40 കോടി മാത്രമേ വെസ്റ്റീജ് കമ്പനി എടുക്കുന്നുള്ളൂ. 100 കോടിയുടെ വിറ്റുവരവ് നടന്നു കഴിഞ്ഞാൽ അതിൽ 60 കോടിയും കൊണ്ടുപോകുന്നത് ഇതിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനാണ് എന്നർത്ഥം. അപ്പോൾ ഈ 60 കോടി ആണ്, അതായത് 60% 10 തരം വരുമാനമാക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ മാസത്തിൽ 3000 കോടിയുടെ വിറ്റുവരവ് നടക്കുന്ന ഒരു കമ്പനി കൂടിയാണ് വെസ്റ്റീജ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മുടെ സ്വന്തം പേര് നമുക്കിങ്ങനെ നമ്മുടെ പേരിൽ ID നമ്പറും ബില്ലും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം നമുക്ക് GST കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് GST ബില്ലടക്കം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 2004 ജൂൺ 2-ാം തീയതി ഡൽഹിയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. ഹെഡ് ഓഫീസ് ഡൽഹിയാണ്, നമ്മുടെ ബ്രാഞ്ച് ഓഫീസ് എറണാകുളത്താണ്. അതുപോലെ നമുക്ക് എറണാകുളത്തിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഉൽപ്പന്നം പർച്ചേസ് ചെയ്യാൻ സാധിച്ചോളം എന്നില്ല. നമുക്ക് തൊട്ടടുത്ത് DLCPകൾ ഉണ്ട്, അതായത് ജില്ലാ തലത്തിൽ വരുന്ന കസ്റ്റമർ പോയിന്റ് നമുക്ക് ഇവിടെയൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഇടനിലക്കാർക്ക് മാറ്റി വെച്ചിട്ടുള്ള 60% 10 തരം വരുമാനമായിട്ട് നമുക്കിവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് ഹൗസ് ഫണ്ടാണ്, മറ്റൊന്ന് കാർ ഫണ്ടാണ്, മറ്റൊന്ന് വിദേശ ടൂർ പാക്കേജിനുള്ള അവസരമാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ബോണസ് ആയിട്ടാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഇതിലെ ഉൽപ്പന്നങ്ങളെല്ലാം CNT ബേസ്ഡിലാണ്, അതായത് സെല്ലുലാർ നറിഷ്മെൻറ്റ് ടെക്നോളജി വിഭാഗത്തിലാണ് ഉൽപ്പന്നങ്ങൾ വരുന്നത്. അതുപോലെ ഇന്ത്യയിലും റഷ്യയിലും സ്വന്തമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലാബിലൂടെ സർവേ കഴിഞ്ഞിട്ട് മാത്രമാണ് ഉൽപ്പന്നം കയ്യിലെത്തുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ഉൽപ്പന്നമാണ് വെസ്റ്റീജ് കമ്പനി നൽകുന്നത്. അതോടൊപ്പം ആ 60% ഇടനിലക്കാർക്ക് കൊടുക്കുന്നത് 10 തരം വരുമാനമാക്കി നമുക്ക് നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വോയിസ് കേൾക്കുന്ന ഓരോ ലീഡേഴ്സും വെസ്റ്റീജ് ബിസിനസ്സായി ഏറ്റെടുക്കണമെന്ന് കൂടി ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു ലീഡേഴ്സ്, താങ്ക് യു വെരി മച്ച്.